ഞാൻ പറഞ്ഞു ഏട്ടന് മനസ്സിലായില്ലല്ലോ അല്ലേ? അമ്മേ ഏട്ടൊന്ന് വാ, ഹെൽപ്പ് കിട്ടീരേ? നീ ഒരു കാര്യം ചെയ്യും, നീ ബാഗ് ഒക്കെ എടുക്കും, ഞാൻ പോയി ചക്കയും മാങ്ങയൊക്കെ എടുത്തിട്ട് വരാം. ആ അതെ, ആ ചെടികൾ എടുക്കുമ്പോ സൂക്ഷിക്കണേ. അച്ഛൻ കഷ്ടപ്പെട്ട് സേഫ് ആക്കി കെട്ടിപ്പൂട്ടി വെച്ചതാ അവിടെ. എന്തൊരു ഉത്തരവാദിത്തം. അതുപോലെ ചെയ്യാം മാഡം. കളിയാക്കല്ലേ? കളിയാക്കല് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഉമ്മ തരുന്നു. എന്താ നീ ഇന്നലെ വരാഞ്ഞേ? ഒന്നും പറയണ്ടമ്മ, ഇവിടെ അച്ഛൻ വിടണ്ടേ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് താമസിച്ചു. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഇന്നലെ ഇവിടെ എന്തോരം ജോലി ഉണ്ടാണെന്ന് അറിയാമോ? ഇവിടുത്തെ തേങ്ങ മുഴുവനും പൊതിച്ച് നിനക്കും എനിക്കും എന്റെ അച്ഛന്റെ തോളും അനക്കാൻ വയ്യാതായി. അത് നിങ്ങൾ ചെയ്ത ഞാൻ വിനോദിനെ വിളിക്കാൻ പറഞ്ഞു. വിനോദിനെ വിളിച്ചിട്ട് വിനോദ് പോണെന്ന് എടുത്തില്ല. എന്നാ പിന്നെ എന്നെ വിളിച്ച് പറയണ്ടേ? അയ്യോ നീ അതിനങ്ങനെ നീ അച്ഛൻ വീട്ടിലൊക്കെ പെറ്റി കിടക്കുമല്ലയോ? ഇതെന്തോന്നാ സാമാനമൊക്കെ പൊക്കിക്കൊണ്ട് വന്നേക്കുന്നേ? അവളെ അച്ഛൻ തന്നു വിട്ടെ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല പഴുത്ത ചക്ക. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? പുഴുത്ത ചക്ക. നിന്റെ അച്ഛൻ 2 ദിവസമായിട്ട് ചക്ക തന്നെ കക്കൂസിന്ന് കേറിയിട്ടില്ല. പുഴുത്ത ചക്ക വെക്കണേക്കെ അവിടെ അവിടെ അപ്പുറത്തെ ഉച്ചയ്ക്ക് കൊടുക്കാം. നീ ഒരു കാര്യം പറഞ്ഞു, അപ്പുറത്തെ ലക്ഷ്മിക്ക് അവരുടെ വീട്ടിൽ നിന്ന് 3 പവന്റെ അല്ല 5 പവന്റെ മാല കൊണ്ട് കൊടുത്തിരിക്കുന്നു. പൈസക്കാർക്ക് അങ്ങനെ പലതും ചെയ്യാം. ലക്ഷ്മിയിലെ വീട്ടുകാരെ 10 പവന്റെ മാലയാണ് കൊടുത്തേന്ന്. ആര് വന്നവര് കൊടുക്കേണ്ടത് കൊടുത്തപ്പോ പോയത് എന്താ? നീ ആ സാധനം എടുത്തേ. ഞാനും വിചാരിച്ച് 10 പവൻ കൊടുത്തോന്നു. പിന്നെ ലക്ഷ്മിയിലെ അമ്മയ്ക്ക് 5 പാവ കൊടുക്കും. ചേട്ടന്റെ ഒരു കാര്യം, ഞാൻ ഇതൊക്കെ എടുത്തു കൊണ്ടുപോവാണേ. മത്തങ്ങ എടുത്തിട്ടുണ്ട്. നീ ആ ബാഗ് മാത്രം എടുത്താൽ മതി. അത് കുഴപ്പമില്ല, ഞാൻ എടുത്തു. ഞാൻ അമ്മേനെ ഇങ്ങനെ ഫേസ് ചെയ്യും. അവന് ചെമ്മീൻ വാങ്ങിക്കാൻ പോയേക്കോ 1 കിലോ. എന്താന്നറിയാവോ, ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം അങ്ങ് ഇറച്ചിയാ. ഇവിടെ എപ്പോഴും ഇറച്ചി വെച്ച് മോക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കാം. 1 കിലോ ചെമ്മീനൊക്കെ എന്താ വിലയായിപ്പോ? ഓ അതൊക്കെ അവർക്ക് ഏതാണ്ട് കാര്യം വന്നോ. മോക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാ. നിന്റെ ഭാഗ്യം ഇത്രയും നല്ലൊരു മരുമോളെ കിട്ടിയത്. നമ്മളെ വീട്ടിലുണ്ടൊരു സാമാനം, മരുമോളാണ് അത്രയും മരുമോള്. ഇതുപോലെ വൃത്തിയായിട്ട ഒരു സാധനം. സത്യം പറയാനുണ്ടല്ലോ, അവള് വന്ന് കയറിയ ശേഷം വീട്ടിൽ ദാരിദ്ര്യമല്ലാതെ ഒന്നുമില്ല. എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ചാലോ ഒരുമാതിരി ഉളുമ്പ് നാറ്റം. ഉഷയുടെ ഒരു ഭാഗ്യം അല്ലാതെ എന്താ പറയാ. കഴിഞ്ഞ ദിവസം ശ്വേതമോൾ ഉണ്ടാക്കിയ മീൻകറി നല്ല രുചിയായിരുന്നല്ലോ. ആരുണ്ടാക്കി? ശ്വേതമോൾ ഉണ്ടാക്കി. ഞാനുണ്ടാക്കിയ മീൻകറിയാ. അവള് ഇങ്ങോട്ട് ഓടി വന്ന് എന്തെങ്കിലും ഒന്ന് അരിഞ്ഞു പറക്കിട്ടോ അവിടെ പാട്ടിന് പോകും. അത് ശരി. ശ്വേതമോൾ ഉണ്ടാക്കി മീൻകറി. അവര് ടൂറൊക്കെ പോയിച്ച് വന്നോ? ആര് പോയി ടൂറിന്? നിങ്ങളുടെ മോളല്ലേ ടൂറിന് പോയത്? അവര് എങ്ങോട്ട് പോയേക്കുമല്ലായിരുന്നു? അവളവിടെ വീട്ടിൽ പോയി വന്ന് കേറിട്ടുണ്ട്. എന്നിട്ട് കുറെ ആളിഞ്ഞ ചക്കയും മാങ്ങയും ഒക്കെ പറക്കിക്കൊണ്ട് ആരും നോക്കി? എന്റെ പാട്ട് തിരിഞ്ഞു നോക്കി. ഞാൻ നോക്കത്തില്ല. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്, നമുക്ക് ചേരാത്ത ബന്ധങ്ങളുണ്ടല്ലോ വീട്ടിൽ കയറ്റിയാൽ. ഇപ്പോഴല്ലേ മനസ്സിലായതെല്ലാം വന്ന് കേറിയപ്പോ. ഞാനും വിചാരിച്ചു കേട്ടോ ആ ബന്ധത്തിന്റെ സമയത്ത്. എന്തോന്ന് വിചാരിച്ചു? ഇതുപോലെ സംസ്കാരമില്ലാത്ത ഒരു ഫാമിലി. അല്ല ഞാനും അതാ ആലോചിച്ചേ, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഒരു ബന്ധം കൂടിയെന്ന്. എന്റെ പൊന്നുഷേ, വന്ന് കേറിയപ്പോഴല്ലേ അറിയത്തുള്ളൂ ഇതിന്റെയൊക്കെ ഓരോ സ്വഭാവം. തനി സ്വഭാവം എടുത്തത്. എന്തോ എന്തിനാ ഇതിപ്പോ അങ്ങനെ അങ്ങ് നടത്തി കൊടുത്തത്? ആ ചെറുക്കന്റെ ചാട്ടം കണ്ടോണ്ട് ഞാൻ നടത്തി കൊടുത്തതാ. ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന പാട് കഴിച്ചിട്ട് തൂപ്പാനും വയ്യ, മധുരിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായി പോയേക്കോ. ചെറുക്കനെ അടിച്ച് കൊന്നാലോന്ന് ഞാൻ ആലോചിക്കുക. നല്ലൊരു ചെറുക്കനായിരുന്നു കേട്ടോ. എന്തോ ചെയ്യാനാ, സമയദോഷം അല്ലാതെ എന്താ. അതെ, നിന്റെ മോളെന്തേ? ലക്ഷ്മി മോൾ? ആ മോള് TV കാണുന്നു. മോളെ ലക്ഷ്മി. വേണ്ട വേണ്ട വേണ്ട, വിളിക്കണ്ട. അത് കുഴപ്പമില്ല കൊച്ചി. വേണ്ട, അവളവിടുന്ന് TV വന്നേ. എടേ, അവരവിടുന്ന് TV കണ്ടോട്ട് വെറുതെ ആ പെണ്ണിനെ എന്തിനാ പാവം കൊച്ചാ. ലക്ഷ്മി മോളെ. ഓ ഇങ്ങോട്ട് വന്നേ. വരുന്നുണ്ട്, കുടുങ്ങി കുടുങ്ങി വരുന്നുണ്ട്. വാ വാ, ഇങ്ങോട്ട് വന്നേ. എന്താ അമ്മേ? നോക്കില്ലേ, അത് ചേച്ചി മോളെ കാണാൻ വന്ന. ദീദി, ആന്റി വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാ. സുഖല്ലേ?
ആ സുഖം. ടൂറൊക്കെ കഴിഞ്ഞ? ശ്രീനേട്ടന് ലീവ് കുറവായതുകൊണ്ട് ഹണിമൂണിന് കുളുമണാലി മാത്രമേ പോവാൻ പറ്റുള്ളൂ. പപ്പയാണെങ്കിൽ ഗിഫ്റ്റായിട്ട് മലേഷ്യൻ ട്രിപ്പൊക്കെ ബുക്ക് ചെയ്തതാ. എല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഓ, അപ്പൊ ഒരുപാട് കാശ് പോയി കാണൂല്ലോ മോളെ. അതൊന്നും കുഴപ്പമില്ല ആന്റി. അതൊന്നും അവർക്ക് വലിയ കാര്യമൊന്നും അല്ലെന്നേ. അതെ, ശ്രീനയും കൂട്ടി ഒരു ദിവസം വീട്ടിലോട്ട് വാ കേട്ടാ. ഒക്കെ പോയി ചെയ്യാം. ശരി. നിന്റെ ഒരു ഭാഗ്യം, നല്ല ഐശ്വര്യമുള്ളൊരു കൊച്ച്. അതെ. എടി, എന്നാ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ കൊച്ചിനെ. അവളൊന്നും ഉണ്ടാക്കത്തില്ലയോ? ഉണ്ടാക്കും. ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. പൈസക്കാരി കൊച്ചല്ലേ, അത് വീട്ടിലൊന്നും ഉണ്ടാക്കി ശീലം കാണത്തില്ല. എന്നാലും എടി വാശി പിടിച്ച് വന്നു കയറി എന്തേലും ഒക്കെ ഉണ്ടാക്കുന്നേ. എടിയേ, സ്വർണ്ണമായിട്ട് എന്തോ കിട്ടി? 50 പവന് കൂടുതലുണ്ടായിരുന്നു. എന്റെ അമ്മയോ, 50 പവന് പുറമെയാണോ ഈ കാറും തന്നത്? അത് അവരുടെ സന്തോഷത്തിനാന്ന് അവര് പറയുന്നേ. ഒന്നിനും ഒരു കുറവും അവര് വരുത്തിയിട്ടില്ല. എന്നാ പിന്നെ ചെല്ല്. ശരിയാണ്. ശരി. ഓരോരുത്തരുടെയൊക്കെ യോഗം അല്ല, ഇപ്പൊ എന്നാ പറയാൻ. അച്ഛാ, ഈ കുഞ്ഞാറ്റയുടെ കല്യാണത്തിന് നമ്മളൊരു 3 ദിവസം മുമ്പെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ നാളെ ഒന്ന് അവിടത്തേക്ക് പോകുന്നുണ്ട്. കല്യാണത്തിന് തലേദിവസം തിരിച്ചു വരും. നിങ്ങൾ കുറച്ച് ദിവസം നേരത്തെ പോകും കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു 3-4 ദിവസം മുന്നേ പോയിക്കോ. ഞാനും അച്ഛനും അവളും കൂടെ തലേ ദിവസം വന്നേക്കാം. അല്ല, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ തലേ ദിവസം എത്തിയാൽ മതി. ഞാൻ അവള് നേരത്തെ വെക്കണം. എടാ, എനിക്കറിയാൻ പറ്റോ, നിനക്ക് ബോധമില്ലേടാ. എന്തിനാടാ കല്യാണത്തിന് തലേ ദിവസം 3-4 ദിവസം മുമ്പ് കെട്ടി എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നത്? മനുഷ്യൻ നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടി. ഈ ചെറുക്കൻ കുടുംബത്തിന് പേരുദോഷങ്ങളെ നടക്കുന്ന ഒരു ചെറുക്കനാ. നീ ഒന്നും മിണ്ടാതിക്കുന്നുണ്ടാ? ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ 2 ദിവസം മുമ്പേ പോകും. എന്നാ ഒരു കാര്യം ചെയ്യും, അവിടെ അച്ഛനെ അമ്മയെ അവരെ എല്ലാം കൂടെ എണ്ണടിച്ചോണ്ട് നീ അങ്ങോട്ട് പോകും. പണ്ടൊക്കെ ആയിരുന്നു ഇതിനൊക്കെ പുറത്തായിരുന്നു ഇരുത്തുന്നത്. അച്ഛനും മോനും കൂടെ വെച്ചങ്ങ് ഒന്ന് സൽക്കരിക്കുമല്ലയോ. നീ ഒന്ന് തീർത്തേ. ചേട്ടേ, എന്നെ അകത്ത് കയറ്റി ഇവിടെ കാണിക്കുന്ന ഇവിടുക്കൊണ്ടല്ലോ. അവളെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? 7 നേരം അകത്തോട്ട് പോയി എന്റെ നിലയ്ക്ക് കാണാനിരിക്കുന്നു അച്ഛനും മോനും കൂടെ. അമ്മയ്ക്ക് ഇത് എന്തിന്റെ കുഴപ്പമാണ്? കുറെ നാളുകൊണ്ട് ഞാൻ നോക്കിയാണ് ഈ അമ്മയമ്മ പോരെടുക്കണം. അമ്മയ്ക്ക് എന്തോന്നാ ഒരു കുഴപ്പമില്ലടാ. അവളെ കെട്ടിക്കൊണ്ട് വന്നപ്പോ നമുക്ക് 5 പവനെങ്കിലും കൊണ്ടുവന്നോടാ. കൊണ്ടുവന്നോ? അപ്പുറത്തെ ലക്ഷ്മിക്കാണെങ്കിൽ ഉണ്ടല്ലോ 55 പവനാ കൊണ്ടുവന്നത്. പോരാത്തൊരു മുതല 1-ാം തരം ഒരു കാറും. 50 ലക്ഷം ആ കാറിന്റെ വില, അറിയാമോ നിനക്ക്? ഇവിടെ എന്തോന്ന് കൊണ്ടുവന്നു? നീ ഒന്ന് മിണ്ടാതിരിക്ക്. ആ കൊച്ചു കേക്കും. കൊച്ചു കേക്കട്ടെ, കേക്കാൻ തന്നെയാ ഞാൻ പറയുന്നത്. ശ്വേതേ, ശ്വേതേ, നീ കഴിക്കുന്നില്ലേ? കഴിക്കും. ഇല്ല, അമ്മ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. വേണ്ട അച്ഛൻ, ഞാൻ പിന്നെ കുറച്ചിട്ട്. അതൊന്നും പറ്റൂല. അച്ഛൻ പറഞ്ഞാ ഇരിക്കണം. നീ അങ്ങോട്ട് ഇരുന്നേ. ചോറെടുത്ത ഇരിക്ക്. ആ കറി വിളമ്പി കൊടുക്ക. മോളെ, നിങ്ങൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാലേ ഇതാ അവളെ സ്ഥാനത്ത് നിന്ന് മോളെല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ. അച്ഛൻ കഴിക്കും. കഴിക്കുമോളെ, കഴിക്ക്. ഇപ്പഴാണ് അമ്മയ്ക്കും മോക്കും ഇങ്ങോട്ട് വരാൻ തോന്നിയേ. അത് ഞങ്ങളെ കൊറേ ദിവസം ലക്ഷ്മിയോടെ വീട്ടിലായിരുന്നു. അത് കാരണം ഇത്രയും ദിവസം മരുമോടെ വീട്ടിലങ്ങ് നിന്നോ? ഉഷയ്ക്ക് മരുമോടെ വീടങ്ങ് പിടിച്ചെന്ന് തോന്നി. എന്താ പോന്നേ?
അങ്ങനെയൊന്നും അല്ല, ഉഷാമ്മ പോവാ പറഞ്ഞതാ. ആ. അച്ഛൻ വിടാഞ്ഞിട്ടാ. അച്ഛനാണെങ്കിൽ ആൾക്കാരെ സൽക്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാ. ഓ ആണോ? ഒന്നും പറയണ്ട. ശ്വേത എവിടെ ആന്റി? ഞാൻ അവളെ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. അതെങ്ങാനും കാണും. മോളൊന്നും അങ്ങോട്ട് ചെല്ലേ. എന്തോന്നിന്? അവളെന്താ ഇവിടുത്തെ കെട്ടിലമ്മയാണോ? മോളെങ്ങും പോണ്ട, ഉടങ്ങണോ ഇരിക്കെ. ഞാൻ വിളിക്കാം. ശ്വേതേ, ശ്വേതേ, ഡി ശ്വേതേ. എന്താ അമ്മേ? ആ, അങ്ങോട്ട് വാ. എന്താ അമ്മേ ഇത്ര ഒലിപ്പിച്ച സ്നേഹം? സ്നേഹം അങ്ങോട്ട് കണ്ടോ, എന്നെ അങ്ങോട്ട് അങ്ങ് തിന്നു വന്നു. എന്റെ പൊന്നെ മോളെ ഒന്നും പറയണ്ട. തീട്ട സാധനമാണ്, നമുക്ക് അടുക്കാനേ കൊള്ളത്തില്ല. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് വിഷം തന്ന് കൊല്ലാത്തത് എന്തോ ഭാഗ്യം. അതെന്താ ആന്റി? എന്റെ ചെറുക്കനെ ഉണ്ടല്ലോ, നമ്മള് കൈവശം കൊടുത്തെടുത്തതാ മായക്ക്. പാവം കുഞ്ഞ്. അരുൺ എന്തിയടി? അരുണോ? അയ്യോ, അവൻ എന്റെ തലയെ വെച്ചിട്ട് പോയിരിക്കുക ജോലിക്ക്. ഞാനില്ലേ അനുഭവിക്കുന്നത് എന്റെ കഷ്ടകാലം, അല്ലാതെ എന്തോ പറയാനാ. ലക്ഷ്മി ഉഷാമ്മ എപ്പോ വന്നു? പോയി ചായട്ടെ, കിന്നാരം പറഞ്ഞോണ്ടിരിക്കാതെ. ചെല്ലു ചെല്ല, ചായ എടുത്തോണ്ട് വാ. ഞാനും വരാ ശ്വേത. വേണ്ട വേണ്ട, മോള് പോണ്ട, അവിടെ ഇരിക്കും. അവളെല്ലാം ചെയ്തോളൂ. അവളോട് ചെല്ലട്ടെ. വേണ്ട വേണ്ട വേണ്ട. ദേ, ആ കബോർഡിനകത്തിരിക്കുന്ന പുതിയ കപ്പിനകത്ത് വേണം ചായ എടുക്കാൻ കേട്ടോ. നിന്നെ പോലൊന്നും അല്ല, ഇത് കൊച്ചു കാശ് പോണ. ഈ ആന്റിയുടെ ഒരു കാര്യം. അതൊന്നും ഇല്ലടി, അവക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലാ ബുദ്ധിമുട്ട്. എന്റെ പൊന്നു പൂഷേ, ഇതിനോടൊക്കെ സംസാരിക്കാൻ കൊള്ളത്തില്ല. ഇതിന്റെയൊക്കെ നാണക്കേട് നിങ്ങൾക്ക് വലിയ വീട്ടിലെ കൊച്ചല്ലയോ? അതൊന്നും സാരമില്ല, അവക്ക് വലിയ സന്തോഷമേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുന്നതിന്. ആ, പെൺപിള്ളേരായാലും അങ്ങനെ വേണം. ആ, വന്നോ? ചായ ഇടും. ലക്ഷ്മി ആ, ചെല്ലേ, നീ പോയി ആ തുണിയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട്. അത് കഴിഞ്ഞമ്മേ? തുണി കഴുകി കഴിഞ്ഞു. അപ്പൊ ഒരു ആ കട്ടിനകത്ത് ഒരു 3 വെച്ച് ചുരുണ്ട് പറഞ്ഞ അവിടെ അടിച്ചു പിടിച്ചെടുക്കണം. അതാര് കഴുകും? അതെന്താ ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ലേ? ആ, ഇവിടെ വാഷിംഗ് മെഷീൻ അതിട്ട് കഴുകുന്നൊന്നും ഇഷ്ടമല്ല. വൃത്തിയാവത്തുമില്ല, ചുമ്മാ ഒരുമാതിരി വൃത്തിയെട്ടെന്ന് സ്മെല്ലും. ഓ, ഞങ്ങളൊക്കെ അതിലാ കലക്കുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ. ആണോ? പക്ഷേ ഇവിടുത്തെ അച്ഛന് വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് കഴുകുന്നത് ഇഷ്ടമല്ല. അല്ല കേട്ടോ. ചെല്ലേ, ഓ നോക്കിക്കാലോ. നിങ്ങൾ ചായ കുടിക്കും. സുമാരി ചേട്ടൻ എന്തിയടി? കൃഷി ഓഫീസിൽ പോയിരിക്കുക. കൊള്ളത്തേക്ക് സംസാരിക്കാൻ കൊള്ളത്തില്ലെന്നേ. അതാ എന്തു പറ്റി? നീരായതാന്ന് തോന്നുന്നു. നിന്നിട്ട് 2 ദിവസമായി. എനിക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടാ. 4 ദിവസം വീട്ടിൽ പോയി നിൽക്കുന്നോ? ഏയ്, അതൊന്നും വേണ്ടാട്ടാ. ഞാൻ പോയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കുക. പിന്നെ ഭയങ്കര കാര്യങ്ങളല്ലേ ഇവിടെ. അടുക്കള പണിയല്ലേ, അത് അമ്മ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമാവില്ല ചേട്ടാ. അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കാത് വഴി കേട്ടി മറ്റോ കാത് വഴി കളയുക, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനാണ് പ്ലാൻ? ജോലിയൊന്നും നോക്കണ്ടേ? ടെസ്റ്റ് അന്ന് ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ കേട്ടതല്ലേ. അമ്മ പറയണതും കേട്ടോണ്ടിരുന്ന നീ ജീവിതകാലം ഫുള്ള് ഇവിടെ ഇരിക്കുകയുള്ളൂ. ഇപ്പൊ തൽക്കാലം ജോലിയൊന്നും വേണ്ട ഏട്ടാ. അമ്മയ്ക്ക് പ്രായമായിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാലോ. പിന്നെ അത് മതി, ജോലിക്കാരൊക്കെ പിന്നെ നോക്കാം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇപ്പൊ നിന്റെ ഇഷ്ടം പോലെ. ഉറങ്ങാൻ നോക്കട്ടെ. ആ ലൈറ്റ് ഓഫ് ചെയ്തേ. പറഞ്ഞു.
അമ്മ വീഴല്ലേ വീഴല്ലേ. പതുക്കെ പയ്യെ നടന്നാൽ മതി. വയ്ക്കുണ്ടോ? പടിയുണ്ടേ. പതുക്കെ. ഓക്കെ. കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മേ. ദേ അമ്മ, ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി മരുന്നൊക്കെ കഴിച്ചിരിക്കണം. നല്ല ആളോടാണെന്ന് പറയുന്നു. ദേ, ഇവള് നേഴ്സിംഗ് പഠിച്ചോണ്ടാ കറക്റ്റ് സമയത്ത് ആ CPR തരാൻ തോന്നിയത്. അതുകൊണ്ട് അമ്മ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണത്. അല്ലെങ്കിലേ നമ്മൾ ആംബുലൻസിൽ ഇങ്ങോട്ട് വന്നേനെ. അല്ലടി, നിനക്ക് ആ ഉഷ ചേച്ചിയും കൂടെ സഹായത്തിന് വിളിച്ചുകൂടെയിരുന്ന? അപ്പൊ നിങ്ങൾ കാര്യം ഒന്നും അറിഞ്ഞില്ലേ? എന്ത് കാര്യം? ഇന്നലെ അമ്മയും മരുമകളും തമ്മിൽ വീട്ടിലെന്തോ വഴക്കുണ്ടായി. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ആ ലക്ഷ്മി കുഞ്ഞി ഉഷയുടെ തലക്കെന്തോ ഇട്ട് അടിച്ചു. ആ ഉഷ ഇപ്പൊ ഐസിയുലുള്ളത്. അല്ല, വലിയ കുഴപ്പമൊന്നുമില്ലാന്നാ പറഞ്ഞത്. ഒരു 2 ദിവസം കഴിഞ്ഞാൽ വരാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇനി കമ്പാരിസൺ നിർത്താം. ചുമ്മാ ഇരിയാട്ടാ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ല ഏത് മരുമകളാ നല്ലത്? അച്ഛ ഒന്നാമത് അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലേ, ഇങ്ങനൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ. അമ്മക്ക് അറിയല്ലേ. പോട്ടെ, സാരല്ല. മോളെ, മനസ്സിലുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു പോകുന്നതാണ്. അതിൽ കരഞ്ഞങ്ങ് തീർക്കട്ടെ, പ്രശ്നമാക്കിയൊന്നും വേണ്ട. എനിക്ക് വയ്യാത്തതാ അമ്മേ. മോളെന്നോട് ക്ഷമിക്കണേ. പോട്ടെ, സാരല്ല. സാരല്ല, പോട്ടെ. പോട്ടെ, സാരല്ല.